അപ്പുറത്ത് ഇതെല്ലാം നടക്കുമ്പോൾ ഇപ്പുറത്ത് നൃത്തവേദി ഒഴിഞ്ഞു കിടക്കും. ആരെങ്കിലുമൊക്കെ വന്നെങ്കിലായി. ആരെങ്കിലുമൊക്കെ വരും. ആരും വരാത്ത ദിവസമുണ്ടാകാറില്ല. വരുന്നവരിൽ മിക്കവരും ചെറുപ്പക്കാരല്ല. ചെറുപ്പക്കാർ അപ്പുറത്തു മാത്രമേ കയറൂ. സന്ധ്യ കഴിയുന്നതോടെ തെരുവിൽ ദല്ലാൾമാരും പതിവുകാരും കച്ചവടക്കാരും എങ്ങുനിന്നില്ലാതെ പ്രത്യക്ഷപ്പെടുന്നു. അന്ന് ഭജൻ അവസാനിക്കുന്നതിനു മുമ്പ് കയറി വന്നത് 2 ചെറുപ്പക്കാരാണ്. ഒരാളുടെ ചുണ്ടിൽ എരിയുന്ന സിഗരറ്റും തലയിലൊരു കറുത്ത തൊപ്പിയും. തടിച്ച ശരീരപ്രകൃതക്കാരനായ അയാൾ ഇറുകിയ കാലുറയും ബട്ടണുകൾ 4 തുറന്നു കിടക്കുന്ന സ്ലാക്കുമാണ് ധരിച്ചിരിക്കുന്നത്. മറ്റേ കൈയിൽ വിദേശ നിർമ്മിതമായ സിഗരറ്റും ലൈറ്ററും. കൂടെയുള്ള പൊക്കം കൂടിയ സുഹൃത്ത് ജീൻസും ജാക്കറ്റുമാണിട്ടിരിക്കുന്നത്. നേർത്ത ഫ്രെയിമുള്ള കണ്ണട. അവർ വരുന്നത് കണ്ട് രാധിക പ്രമീള ബെഹനെ തോണ്ടി. മാസങ്ങളായി ബെഹന് ആരെയും സ്വീകരിക്കാൻ അവസരമുണ്ടായിട്ടില്ലെന്ന് അവർക്കെല്ലാം അറിയാം. ഇന്ന് പ്രമീള ബെഹൻ്റെ ദിവസമായിരിക്കട്ടെ. തടിച്ച യുവാവ് തനിക്കു ചുറ്റും നോക്കി. മൂക്കു ചുളിച്ച് മണം പിടിച്ചു. സന്ദർശകർ വരുമ്പോൾ ലജ്ജയാണ് ഗോപികമാരുടെ പതിവ്. മനസ്സിൽ എത്ര ആഗ്രഹമെന്തുണ്ടെങ്കിലും ഗോപികമാർക്ക് ലജ്ജയെ വിധിച്ചിട്ടുള്ളൂ. വിവാഹരാത്രിയിലെ നവവധുവിൻ്റെ പ്രാഥമിക വികാരം. തടിച്ചവൻ കൂട്ടുകാരനോട് പറഞ്ഞു, "ഇതേതോ അമ്പലമാണ്. നീ ഉദ്ദേശിച്ച സ്ഥലമല്ല." കൂട്ടുകാരൻ കണ്ണടയിലൂടെ രംഗം വീക്ഷിച്ചതല്ലാതെ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. മീര മുത്തശ്ശി ഭജൻ നിർത്തി ക്ഷണിച്ചു. ഭഗവാന്മാർ ഇരുന്നാട്ടെ. അത്രയുമായപ്പോൾ തടിച്ചവൻ തികച്ചും അങ്കലാപ്പിലായി. അവൻ കൂട്ടുകാരൻ്റെ തോളിൽ പിടിച്ചു. "ഇത് അമ്പലം പോലുമല്ല ചങ്ങാതി. ഏതോ ഭ്രാന്താശുപത്രിയുടെ ഒരു ശാഖയാണ്." കൂട്ടുകാരൻ പതുക്കെ പറഞ്ഞു, "എന്ത് കുന്തമെങ്കിലും ആകട്ടെ, നമുക്കിതും ഒന്ന് അറിഞ്ഞു കളയാം." "ശരി" എന്ന അർദ്ധസമ്മതത്തോടെ തടിയൻ നൃത്തവേദിയിൽ ഇരുന്നു. വെള്ള വിരിച്ചിരിക്കുകയാണ്. തടിയൻ പിറുപിറുത്തു. "ഇരിക്കാനൊരു സോഫ വരെ ഇവിടെയില്ല. ഇതെന്തൊരു ഇടപാട്?" "എനിക്കിതൊരു ഡിസ്കോ എക്സ്പീരിയൻസായി തോന്നുന്നു," തടിയൻ പറഞ്ഞു. "നീ ഒരു തലതിരിഞ്ഞവനാണ്, സംശയമില്ല."